ശിവനേശൻ നാട്ടിലില്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ അളിയൻ നടരാജൻ തന്റെ നവവധുവുമായി ഈ നാട്ടിലേക്ക് വന്നിരുന്നു. വന്ന സമയത്ത് നേരവും സന്ദർഭവും നന്നായിരുന്നതുകൊണ്ട് കുറച്ചു കാലം സന്തോഷമായിട്ട് ഇവിടെ ജീവിച്ചു. ആ സന്തോഷ ജീവിതത്തിന് പുറകിൽ ഒരു വലിയ അപകടം പതിയിരിക്കുന്നു എന്ന് അവരറിയാതെ പോയി. ചേച്ചി എങ്ങനെയുണ്ട്? ചേച്ചി എന്തൊക്കെയുണ്ട്? ആ സുഖമായിട്ടിരിക്കുന്നു. എന്താടാ വരാൻ ഇത്ര താമസിച്ചത്? ഞാൻ നേരത്തെ പുറപ്പെട്ടതാ. വരുന്ന വഴിയിൽ ഒരു ജോലി ഉണ്ടായിരുന്നു. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വാ കഴിക്കാം. അല്ല ഞങ്ങൾ ഇല്ലേ കുളിച്ചിട്ട് ചേച്ചി, ഒരു വരാം. 5 minutes. ശരി, എന്നാ വേഗം എടുത്തു വെക്കാം. കുളിച്ചിട്ട് വന്നേക്കാം, എന്നിട്ട് കഴിക്കാം. നിങ്ങൾ ആ മുറി താമസിച്ചോ? എല്ലാ സൗകര്യവും ഉണ്ട്. ആ ഈ മുറി. റൂമാണോ? ഉം. ഓക്കെ ചേച്ചി, ആ ജസ്റ്റ് 5 minutes വന്നേക്കാം. ശരി, വേഗം വാ. വിനു, വിനുക്കുട്ടാ, എവിടെയാ നീ? വിനു, വിനു, വിനു നീ എവിടെയുള്ള? എടാ മോനെ വിനു, വിനു, വിനു എവിടെയാന്ന് പറ. വിനു, എടാ വിനു, എന്താ ഇത്? വിനു! ഈ അമ്പലത്തിനും എനിക്കൊരു ഭാഗ്യമുണ്ട്. എന്ത് ഭാഗ്യം? ആദ്യം എന്റെ ചേച്ചിയുടെ കല്യാണത്തിന് വന്നു, ഇപ്പോ നിന്നെ കല്യാണം കഴിച്ച് കൊണ്ടുവരുന്നു. അങ്ങനാണോ? എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. സത്യത്തിൽ ഈ അമ്പലം ഉണ്ടായിട്ട് 300 വർഷങ്ങളായി. എല്ലാ വർഷവും ഈ ഗ്രാമത്തിലുള്ള ജനങ്ങളൊക്കെ ചേർന്ന് ഈ അമ്പലം ഒരു ഉത്സവ പറമ്പാക്കാറുണ്ട്. വളരെ ആഘോഷമായിരിക്കും അല്ലേ? യെസ്. അപ്പോ ഈ കൊല്ലത്തെ ഉത്സവം എപ്പോഴായിരിക്കും? ഉത്സവത്തിന് വരുന്ന ജനങ്ങളൊന്നും എപ്പോഴും ഇങ്ങോട്ട് വരാറില്ല. അതുകൊണ്ടാണ് ഈ അമ്പലം ഇങ്ങനെ പാഴടഞ്ഞു കിടക്കുന്നത്. ആണല്ലേ?
കാണുമ്പോ തന്നെ അറിയുന്നുണ്ട്. നിനക്കൊരു കാര്യം അറിയോ? എന്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട്. എന്താ? ചാൻസ് കിട്ടുവാണെങ്കിൽ ഈ അമ്പലം ഒന്ന് പുതുക്കി പണിയണം. നമുക്ക് അങ്ങനെ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം കേട്ടോ. ഓക്കേ, അതെ, ഞാൻ അങ്ങോട്ട് പോയി നോക്കിട്ട് വരട്ടെ. നീ പോയി നോക്ക്. എടാ, വിടടാ എന്നെ. വിട്. എന്തായി ചെയ്യുന്നത്? വിടില്ലടാ. എന്നെ വിടാനാ പറഞ്ഞത്. നീ എടാ. ഞാൻ വിടില്ല. നിനക്ക് ഇപ്പൊ എന്താ വേണ്ടേ? തല്ലരുത്. ഇല്ല, വിടില്ല ഞാൻ. എടാ, വേണ്ടെന്ന് പറഞ്ഞില്ലേ? മാറി നിക്കടാ. വാ, ഇങ്ങോട്ട് വാ. വാ, നമുക്ക് പോവാം. ഭ്രാന്തൻ. വാന്നേ. മോളെ, ഇതാ പൂ താഴെ വീണിരിക്കുന്നു. സുസി, നീയായിരുന്നു? എന്താ മാധവേട്ടാ, നിങ്ങളുടെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് കോള് പോകുന്നേ ഇല്ലല്ലോ. ജോലി കാരണം പുറത്തായിരുന്നു. എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യമുണ്ടോ? നാളെ ഞങ്ങള് നാട്ടിലേക്ക് പോവാ, അത് പറയാൻ വേണ്ടി വിളിച്ചതാ. ഓ അതെയോ? അല്ല, നടരാജനും വൈഫും വരുന്നതായി പറഞ്ഞല്ലോ, അവരെത്തിയോ? ശിവനേശൻ വിളിച്ചിരുന്നോ? ആ, അദ്ദേഹം വിളിച്ചിരുന്നു. ദാ അതാണ് നടരാജന്റെ ഭാര്യ. എന്തു പറ്റി? എന്താ ഇങ്ങനെ നോക്കുന്നത്? എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? മാധവേട്ടൻ നടരാജന്റെ കല്യാണത്തിന് വന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ നോക്കുന്നത്. മാധവേട്ടാ, മാധവേട്ടാ, എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. വാ. ഓക്കെ, ശരി, പോട്ടെ.